അല്ല, ബസ് കാത്തു നിൽക്കുകയാണോ? ഇത് കയറിക്കോ, ഞാനും അങ്ങോട്ടാ. വേണ്ട, ബസ് ഇപ്പൊ വരും, ഞാൻ അതിൽ പൊക്കോളാം. എന്താ തുളസി ഇത്? എന്നോട് ഇത്ര വെറുപ്പ് വന്നാൽ ഞാൻ എന്ത് ചെയ്തു? എനിക്കൊരു വെറുപ്പില്ല. പിന്നെന്താ, ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നു. ഇതിന്റെ പുറയിലാണെങ്കിൽ ഒരാൾക്കിരിക്കാനുള്ള സ്ഥലവുമുണ്ട്. ബസ്സാണെങ്കിൽ എപ്പോ വരുമെന്നൊട്ട് അറിയുകയുമില്ല. കേറ് തുളസി. കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേര് ഇത്ര ശയ്യാവാൻ പാടില്ല. വേണ്ട, ആരെങ്കിലും ഒക്കെ കണ്ടാൽ. ആര് കണ്ടാലെന്താ? നമ്മൾ ഒരുമിച്ച് ആഹാരം കഴിക്കുന്നു, നമ്മൾ ഒരുമിച്ച് ഉറങ്ങുന്നു. ഒന്നിച്ചുറങ്ങുന്നോ? സോറി, ഉറങ്ങാൻ ശ്രമിക്കുന്നു, അല്ല ക്ഷണിക്കുന്നു. വന്നാട്ടെ പ്ലീസ്. എന്നെ എങ്ങും കൊണ്ടിടരുത്. ഇല്ല, കേറിയാട്ടെ പ്ലീസ്. ഇതാ ബസ് വന്നു, ഞാൻ അതിൽ പൊക്കോളാം. ദാരിദ്ര്യം പിടിച്ചൊരു ബസ്, അതിന് വരാൻ കണ്ടൊരു നേരം. അത്യാവശ്യമായിട്ട് എവിടെങ്കിലും പോകാനാണെങ്കിൽ മണിക്കൂറുകൾ കാത്തു നിന്നാലും വരികയല്ല. വല്ലവനെ നശിപ്പിക്കാനാണ് കൃത്യമായിട്ട് വന്നോളും. ഞാൻ എന്ത് കഷ്ടപ്പെട്ടതാ. കേറാൻ തുടങ്ങിയതായിരുന്നു. എടാ ബസ്സേ, നീ എന്നെ വെട്ടിച്ചിട്ട് വന്നു പറ്റിയോ? ഇപ്പൊ എന്തായി? കേറിയാട്ടെ, ബ്രേക്ക് ഡൗൺ അല്ലയോ? എനിക്കറിയാം, ഇത് സാധാരണയാ. കേറെ. നിർത്തണം. ഇതെന്താ കുഴി കാണുമ്പോഴൊക്കെ അത് ചാടുന്നത്? ഓ, ഇവന് രാഷ്ട്രീയ പ്രസംഗി. സ്കൂട്ടറോ അതോ ഓടിക്കുന്ന ആളോ? യഥാതന്റെ തഥാപിള്ള. അമ്മേ, ഇത് ഇന്റർവ്യൂവിനുള്ള കാർഡാ. നാളെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത്. എങ്ങനെ പോകും മോളെ? ഇതെന്താ ഇത്ര പെട്ടെന്ന്? പെട്ടെന്നൊന്നുമല്ല, കാർഡ് അയച്ചിട്ട് ദിവസങ്ങളായി. നമുക്ക് കിട്ടിയത് ഇന്നേ ഉള്ളൂ. ഇപ്പൊ എന്താ ഒരു വഴി? മോൾ ഒറ്റയ്ക്ക് പോകാമോ? ഒറ്റയ്ക്ക് എങ്ങനെയാ അമ്മേ? ഞാൻ ആദ്യമായി പോവുകയല്ലേ. അത് ശരിയാ. ഞാൻ കൂടെ വരാമെന്ന് വെച്ചാ ഇത് പൂട്ടിയിട്ടാ. പൂട്ടിയിട്ടാ പതുകാരെല്ലാം പട്ടിണിയാവും. തന്നെയുമല്ല, ഞാൻ വന്നിട്ട് എന്ത് പ്രയോജനം? 2 പെണ്ണുങ്ങളും കൂടെ തിരുവനന്തപുരം പട്ടണത്തിൽ എന്തോ ചെയ്യാനാ? എന്താ അമ്മയും മോളും കൂടെ ഗൂഢാലോചന? എന്റെ സാറേ, എവക്കൊരു ഇന്റർവ്യൂ അങ്ങ് തിരുവനന്തപുരത്താ. കൂടെ പോവാൻ ആരുമില്ല. അതിനെന്താ, ഞാൻ വേണമെങ്കിൽ പോവാമല്ലോ. അല്ല, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മതി. പിന്നെ തിരുവനന്തപുരം ആവുമ്പോ എനിക്ക് നല്ല പരിചയമാണ്. കാർഡിങ്ങനെ നോക്കട്ടെ. ഇത് വില്ലേജ് ഓഫീസിലെ ജോലിക്കുള്ള ഇന്റർവ്യൂ ആണല്ലോ. അല്ല, അവിടെയുള്ള മിക്കവരും എന്റെ പരിചയക്കാരാ. സാറിനെ എന്താ വിശ്വസിച്ചാല്? സത്യം പറയാമല്ലോ, ഞാൻ സാറിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. സാറിനെ പോലെ ഇതിന് പറ്റിയ ഒരാള് വേറെയില്ല. എന്താ മോളെ? എന്നാ ഉടനെ തന്നെ ഒരു കാറ് പിടിച്ചു പോവാം. രാവിലെ ഇവിടെ എത്തണ്ടേ? തുളസി ഒരുങ്ങിക്കോളൂ. വലിയ സ്പീഡൊന്നും വേണ്ട. രാവിലെ 8 മണിക്ക് തിരുവനന്തപുരത്ത് എത്തിയാൽ മതി. എന്ത് പറ്റി? ഫാൻ ബെൽറ്റ് പൊട്ടി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? പുതിയ ഒരെണ്ണം വാങ്ങണം. 10-15 മൈൽ ദൂരം പോകണം വാങ്ങണമെങ്കിൽ. കുഴഞ്ഞോ? ഇനിയിപ്പോ ഈ രാത്രി നമ്മൾ എന്ത് ചെയ്യാൻ?
എന്ത് പറ്റി? ഫാൻ ബെൽറ്റ് പൊട്ടിപ്പോയി. ഇതുവഴി ഇനി ബസ്സൊന്നുമില്ലല്ലോ. ഡ്രൈവർ കയറിക്കോളൂ. ഞാൻ പോകുന്ന വഴിക്ക് ടൗണിൽ ഇറക്കാം. വല്ല ലോറിയോ കാറോ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാമല്ലോ. എന്തായാലും അതുവരെ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. ഈ സ്ഥലം അത്ര നല്ലതല്ല. അതാ അവിടെ ഒരു TV ഉണ്ട്, അവിടെ പോയി വിശ്രമിക്കാം. മുറി ഒന്നും ഒഴിവില്ല സാർ. ആകെ 2 മുറിയേ ഉള്ളൂ. ഒന്ന് ലൈസൻസ് എഞ്ചിനീയറാ, മറ്റേത് എന്റെ മോനും മരുമോളുവാ. ഇന്നലെ ആയിരുന്നു കല്യാണം. എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഭാര്യയെ വിളിച്ചിട്ട് അവൻ ഇങ്ങോട്ട് പോകുന്നു. പുതുമോടിയല്ലേ, അല്പം ജാലിയായിരിക്കട്ടെ എന്ന് കരുതി. ഓ, അത് സാരമില്ല, ഞാൻ ആ മുറി ഒഴിച്ചു തരാം. അത് വേണ്ട കേശവപിള്ളേ, അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഓ, അത് സാരമില്ല, സാറ് വന്നാട്ടെ. വാ. വന്നാട്ടെ. ഇതാണ് സാറേ എന്റെ മോൻ. ഇത് മരുമോൾ. മോനെ, ഇതാണ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് രവി സാർ. എനിക്ക് ജോലി കിട്ടിയത് തന്നെ ഈ സാറ് നിമിത്തം. മോനൊരു കാര്യം ചെയ്യും, ആ ഔട്ട് ഹൗസിൽ കിടന്നു സാർ നീ മുറി കൊടുക്കാം. ശരി അച്ഛൻ. ഞാനും പോണു സാർ. എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിക്കണേ. തുളസി ഇവിടെ കിടന്നുള്ളൂ, ഞാൻ വേണേ പുറത്താ. അത് വേണ്ട, സാറ് കിടന്നുള്ളൂ, ഞാനിവിടെ നിന്നോളാം. ഓ, അതെങ്ങനെ ശരിയാകും? ഒരു പെൺകുട്ടിയെ വെറുതെ നിർത്തിയിട്ട് ഞാൻ എങ്ങനെ കിടന്ന് ഉറങ്ങും? അത് സാരമില്ല, ഞാനിവിടെ വെറുതെ തന്നെ നിന്നോളാം. എന്നാ ഞാനും ഇവിടെ നിന്നോളാം വെറുതെ. കട്ടില് വെറുതെ കിടക്കുന്നു. ഇല്ലാത്ത മുറി കേശവപിള്ള ഉണ്ടാക്കി തന്ന 2 പേരും സുഖമായിട്ട് കിടന്നോട്ടെ എന്ന് വെച്ചു. ഒറ്റയ്ക്ക് പോയി സുഖമായിട്ട് കിടന്നു. ഒറ്റയ്ക്ക് എന്തൊരു സുഖമാ. ഓ, എന്തൊരു തണുപ്പ്, നല്ല തണുപ്പ്. തുളസിക്ക് തണുപ്പ് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? ആ ബന്ധം ഞങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ലോകത്തിലൊരു പുരുഷനും ഒരു സ്ത്രീയെ ഇത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഗർഭിണിയായി. ശപിക്കപ്പെട്ട ആ നിമിഷങ്ങൾ എന്റെ ജീവിതം തിരുത്തിക്കുറിച്ചു. അപ്പോഴും അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചു. നീ എന്തിനു വിഷമിക്കുന്നു? സ്നേഹബന്ധത്തിനിടയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സാധാരണ. പക്ഷെ അമ്മ, സമുദായം, ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും? നിന്റെ മുഴുവൻ കാര്യങ്ങൾക്കും ചുമതലപ്പെട്ടൊരു പുരുഷനുണ്ട്. ആ ആശ്വാസം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഇപ്പൊ നീ അമ്മയാകുന്നത് ശരിയല്ല. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകണം. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യാം. നമുക്ക് നാളെ ഒരു ഡോക്ടറെ കാണാം. വേണ്ട, ആദ്യത്തെ കുഞ്ഞ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സ്വത്താണ്. ഞാൻ വരില്ല.
ഞാനിതിനെ പ്രസവിക്കും, വളർത്തും. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ ആക്ക്. അടുത്ത മാസം നല്ലൊരു ദിവസം നോക്കി നമ്മുടെ വിവാഹം നടത്താം. എന്താ? മോളെ, രവി സാറിനെ കണ്ടോ? ഇല്ല. എന്താ അമ്മേ? ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നില്ലല്ലോ. വീട് പൂട്ടിയിരിക്കുന്നു. അത്യാവശ്യമായിട്ട് നാട്ടിൽ പോയിരിക്കാന്ന് പ്യൂൺ പറഞ്ഞു. നാളെ വരുമായിരിക്കും അല്ലേ? അതെമ്മേ, ഒന്നും പറയാതല്ലേ പോയത്. എന്താ മോളെ വിഷമിച്ചിരിക്കുന്നേ? രവി സാറിന് ഇതുവരെ കണ്ടില്ലല്ലോ അമ്മേ. പോയിട്ട് 1 മാസമായില്ലേ. അതിന് നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ലമ്മേ. അടുക്കളയിൽ പോയി വല്ല ജോലിയും നോക്ക്. പോ. ഇതാണ് കുഞ്ഞെ രവിസാറിന്റെ വിലാസം. എന്തിനാ കുഞ്ഞെ ഇത്ര അത്യാവശ്യമായിട്ട്? ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി സാറിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കാനാ. എന്നാ വേഗം പോയിക്കോ. അക്കരയ്ക്ക് എന്നാ 11:30 ബസ്സുണ്ട്. ആ. എന്താ? വില്ലേജ് ഓഫീസർ രവി സാറിന്റെ വീട് ഇതല്ലേ? അതെ. എന്താ? സാറിനെ ഒന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. സാർ 1 മാസമായി കോഴിക്കോടാണ്. സ്ഥലം മാറ്റം വാങ്ങി അങ്ങോട്ട് പോയിരിക്കുകയാണ്. വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അച്ഛനെ അന്വേഷിച്ച് വന്നതാ മോനെ. ഒരു ജോലിക്കാര്യമാണ്. ഞാൻ നേരിട്ട് കാണുമ്പോ പറഞ്ഞോളാം. ശരി. നടന്ന കാര്യം ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു. മോളെ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ അമ്മ താഴെ വീണു. അത് അവസാനത്തെ വീഴ്ചയായിരുന്നു സാർ. പല പ്രാവശ്യം ഞാൻ ആത്മഹത്യക്ക് തുനിഞ്ഞു. അപ്പോഴെല്ലാം എന്റെ വയറ്റിൽ വളർന്നു വരുന്ന കുഞ്ഞിനെ പറ്റിയുള്ള ഓർമ്മ എന്നെ തടഞ്ഞു. എന്റെ പൊന്നുമോളുമായി ഞാൻ ജീവിക്കുന്നു സാർ. വെറുക്കപ്പെട്ടവളായി. ചീത്ത എന്ന മുദ്ര നാട്ടുകാരന്റെ നെറ്റിയിലടിച്ചു. ഞാൻ ചീത്തയാണോ സാർ? സത്യത്തിൽ ഞാൻ ചീത്തയാണോ? ക്ഷമിക്കൂ തുളസി, എന്നോട് ക്ഷമിക്കൂ. എന്നിലെ മനുഷ്യൻ ഒരു നിമിഷം മൃഗമായി. അത് സാരമില്ല. സാർ ഒരു മനുഷ്യനല്ലേ. ഞാൻ സാറിനെ കുറ്റപ്പെടുത്തുന്നില്ല. സാറിന് ആ മനുഷ്യന്റെ ഫോട്ടോ കാണണോ? ഇത് ഞാൻ സൂക്ഷിക്കുന്നത് മറ്റൊന്നിനുമല്ല. എന്തെങ്കിലും എന്റെ കുഞ്ഞ് അച്ഛനെ അന്വേഷിച്ചാൽ അതിനു വേണ്ടിയാണ് സാർ. തുളസി, ഞാൻ തുളസി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സാർ, സാർ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഭ്രാന്തല്ല തുളസി, ഇതിപ്പോ തോന്നിയതല്ല. തുളസിയെ കണ്ട ദിവസം മുതൽ തോന്നിയതാണ്. ഇത് പറയാൻ ഒരു സന്ദർഭം പ്രതീക്ഷിച്ചിരിക്കുക. തുളസി എന്ത് പറയും? വേണ്ട സാർ, ഒരിക്കലും വേണ്ട. ചീത്തയായി എന്നെ. തുളസി, ചില സന്ദർഭങ്ങളിൽ ചില പെൺകുട്ടികൾ ചീത്തയായി പോയി എന്ന് വരാം. ആ ഒരു തെറ്റുകൊണ്ട് മാത്രം ജീവിതകാലം മുഴുവൻ അവരെ ഹോമിക്കുന്നത് ക്രൂരമാണ്. തുളസിയുടെ കഥ മുഴുവൻ എന്നോട് പറഞ്ഞു. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയാനില്ല. ഞാൻ തുളസിക്ക് നല്ലൊരു ഭർത്താവായിരുന്നു. സാർ, ദയവായി പോകൂ. ഇനി ഒരിക്കലും എന്നോട് ഈ കാര്യം പറയരുത്. ഞാൻ ഇനി ഒരു വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നില്ല.